ആമേൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ചെറിയ വചനഭാഗത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ബൈബിൾ പഠിക്കാനൊക്കെ? ഓരോ ലേഖനങ്ങളായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ആ അങ്ങനെയുണ്ട്. ഹല്ലേലൂയ. നമുക്കങ്ങനെ അങ്ങനെ അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം ബൈബിൾ സ്റ്റഡി പോലെ വയ്ക്കാം. അപ്പോൾ ഒരു ലേഖനം എടുത്ത് നമ്മളത് മുഴുവൻ പഠിച്ച് എന്താണ് അതിൻ്റെ ഉള്ളടക്കം അങ്ങനെ പഠിച്ചു പോവാം. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ബോറായിട്ട് തോന്നും, മനസ്സിലാകില്ല. നമുക്കിങ്ങനെ പരസ്പരം ഇങ്ങനെ ആയിരുന്നുകൊണ്ട് പഠിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനും പഠിക്കും, നിങ്ങളും പഠിക്കുമല്ലോ. നമുക്ക് അങ്ങനെ പഠിക്കാം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം, ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്കതൊരു ക്രമീകരിക്കാം. ഞാൻ എന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ കിട്ടുമ്പോൾ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഡ്യൂട്ടിയൊക്കെ ഉള്ളവരുണ്ട്, എനിക്കറിയാം. യൂട്യൂബിലിടുമ്പോൾ നിങ്ങൾക്ക് കാണാം. എങ്ങനെയായാലും കർത്താവ് നിങ്ങളെ സഹായിക്കും. നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിനും അവരുടെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകങ്ങളോടും സ്വർലോകങ്ങളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദൂർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിക്കും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളുടെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്ത് വിട്ടുനിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൊള്ളുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. കാണുന്നുണ്ട്? നമുക്ക് ആ വചനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. സിസ്റ്റർ നമുക്കായി വായിച്ചു. താങ്ക് യു സിസ്റ്റർ. തിരി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ മുകളിലോട്ട് വരുവാണ്. 10-ാമത്തെ വാക്യം മുതൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അടുത്ത വചനം: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിൻ. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. താങ്ക് യു ജീസസ്. ഇത്രയും വചനങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്ക്രീനും കൂടെ ഞാൻ പ്രസൻറ്റേഷൻ കൂടെ ഒന്ന് ഓണായിക്കോട്ടെ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ആ സർവായുധ വർഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം? അതാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ആർമർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതിൽ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം അല്ലേ, ഒരു യുദ്ധത്തിനായൊക്കെ തയ്യാറെടുക്കുന്ന ഒരു പടയാളിയാണ് സാധാരണയായി എന്ത് ചെയ്യുന്നത്? ഈ ഉപകരണങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ആർമേഴ്സ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അല്ലാതെ ആർക്കും ഇത് ആവശ്യമില്ല. വെറുതെ ആവശ്യമുണ്ടോ ആർക്കെങ്കിലും?
ഇല്ല. ഇതെല്ലാം തന്നെ യുദ്ധത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ധരിക്കുന്നത്. യുദ്ധത്തിൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാനായി കഴിയും. ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, ഇതാണ് രക്ഷയുടെ ശിരസ്ത്രം. ഇനി എന്താണ്? ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, അത് മലയാളത്തിൽ നേരത്തെ വായിച്ചിരുന്നു. സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, ഫീറ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഗോസ്പൽ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെ ആയുധങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും? എന്തിനാ ആയുധം ധരിക്കുന്നത്? ഈ ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് മിണ്ടാതിരിക്കാനാണോ? അല്ല. ദൈവം ഈ നാളുകളിൽ, വേറെ ആരുടെയെങ്കിലും മൈക്ക് ഓണാണോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ നിങ്ങൾ കഴിയുന്നത് മ്യൂട്ട് ചെയ്താൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായി പറ്റും. അപ്പോൾ ദൈവം ഈ നാളുകളിൽ നമ്മളെല്ലാം ഇതുപോലെ ആയുധം ധരിപ്പിച്ച് ഒരുക്കുകയാണ്. എന്തിനാണ്? ഒരു യുദ്ധത്തിന് വേണ്ടിയാണ്. ഈ പിക്ചറിൽ നോക്കിക്കേ, ദ റോമൻ സോൾജേഴ്സ് യുദ്ധം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഒരുക്കപ്പെട്ടവരെ ദൈവം എങ്ങോട്ടാണ് ഇറക്കുന്നത്? യുദ്ധത്തിലേക്ക് ഇറക്കുന്ന ആളുകളാണ് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന്? ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ് നമ്മുടെ പോരാട്ടം? ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് 12ാമത്തെ വാക്യം, ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നമ്മൾ കണ്ടത് ജഡരക്തങ്ങളോടുള്ള പോരാട്ടമാണ്. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ആയുധം ധരിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരിക്കണം? അന്ധകാര മണ്ഡലങ്ങളോട് എതിർക്കാനായിരിക്കണം. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ദൈവം ഈ ആയുധങ്ങളെ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അരയ്ക്ക് സത്യവും. നമുക്ക് ആ പിക്ചറിലോട്ട് വരാം. അരയിൽ എന്താ കെട്ടേണ്ടേ? സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോവുക കേട്ടോ. കർത്താവേ, എനിക്കങ്ങ് നൽകിയിരിക്കുന്ന സത്യമെന്ന ബെൽറ്റ് ഞാൻ അരയിലേക്ക് കെട്ടുവാണ്. ഇത് നമ്മളത് പറയുക. കാരണം എന്തു വെച്ചാൽ വാർഫെയറിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുവാണ് ദൈവം. ഹല്ലേലൂയ. സത്യമെന്ന ബെൽറ്റ് അരയ്ക്ക് ഞാൻ കെട്ടുന്നു. നിങ്ങളത് പറയണം. ഒന്നാമത്തെ കാര്യം, അരയിൽ എന്തു കെട്ടണം? സത്യമെന്ന ബെൽറ്റ് നമ്മൾ കെട്ടണം. ഹല്ലേലൂയ. ഈ ആർമർ ഓഫ് ഗോഡിനെ പറ്റി പറയുമ്പോൾ ഒന്ന് ഫിസിക്കലായിട്ടുള്ള രീതിയിൽ, സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ നമുക്കത് പറയാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആയുധങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സത്യത്തിൻ്റെ ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ എങ്ങനെ അതിന് കഴിയും? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, യേശു. അപ്പോൾ യേശുവിനെ എന്ത് ചെയ്യുക? കെട്ടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അരയിലും ധരിക്കുക എന്നുള്ള അർത്ഥം വേണമെങ്കിൽ അതിന് പറയാം. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സാൽവേഷൻ രക്ഷ. ആരാണ് നമ്മുടെ രക്ഷ എന്ന് പറയാം? അതും യേശു തന്നെയാണ്. കർത്താവിനെ ധരിക്കുന്ന അനുഭവം നമുക്കത് പറയാൻ പറ്റും. റൈച്ചസ്നെസ്, ആരാണ് റൈച്ചസ്നെസ്? യേശുവാണ് നമ്മുടെ നീതി. ഹല്ലേലൂയ. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ ആരാണ്? പൂർത്തി വരുത്തുന്നവൻ. അതും യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. സോഡ് ഓഫ് ദ സ്പിരിറ്റ്, എന്താണ്? ആത്മാവിൻ്റെ വാൾ, വചനം. അതാരാണ്? യേശുവാണ് വചനം. ഹല്ലേലൂയ. സുവിശേഷം, എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം.
എവിടെ നോക്കിയാലും അത് യേശുവിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും, ഓരോ ആർമറിലും നമ്മൾ നോക്കിയാൽ. എന്നാൽ ഇതിൽ നമ്മുടെ ആത്മാവിൽ ദൈവം ഇതിനെ ധരിപ്പിക്കുന്നത് കൂടെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ഞാൻ മുന്നിൽ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെ മാത്രമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ആത്മയുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുക. അന്നേരം ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുന്നത് വലിയൊരു പാമ്പിനെ കണ്ടു. ശരിക്കും ഒരു അനാർക്കോണ്ടയുടെ വലിപ്പം പോലെയൊക്കെ തോന്നും അതിന്. അതിങ്ങനെ ചുരുണ്ട് കിടക്കുക. നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ തലയിൽ ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. ചുറ്റുപാട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം പറയുകയാണ്, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്ക് ആർക്കും ചവിട്ടാനായിട്ട് പറ്റില്ല. എൻ്റെ കാലിൽ മാത്രമേ അതിനെ ചവിട്ടാനുള്ള എന്തുള്ളൂ, ഷൂ ഉള്ളൂ, അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ കവർ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രമേ അത് ചവിട്ടാൻ കഴിയൂ. ബാക്കി എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഷൂ പോലെ, അല്ലെങ്കിൽ ഒരു സോക്സ് പോലെ, അല്ലെങ്കിൽ ഒരു ബൂട്ട്സ് പോലെ എന്തോ ഏകദേശം ഇതുവരെയുള്ള പാകം എൻ്റെ കാലുകളിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് കാണാനായി കഴിഞ്ഞു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, റിയലായിട്ട് നമ്മുടെ ആത്മമനുഷ്യനും എന്തുണ്ട്, ഇതുപോലെ ആയുധങ്ങൾ ദൈവം ധരിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന്. നമ്മുടെ ആത്മലോകത്തിൽ നമ്മളെ കാണാൻ ക്രിസ്തുവിനെ ധരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. ഒരു പടയാളിയെ പോലെയാണ്. എന്തൊക്കെ അവനുണ്ടാവും? രക്ഷയുടെ ശിരസ്ത്രം, അതായത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം അരയിൽ ചുറ്റുന്നു, അതായത് സത്യം എന്ന ബെൽറ്റ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? നീതി എന്ന കവചം, അതാണ് നമ്മൾ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാൽ ചെരുപ്പ്. ഞാൻ പറഞ്ഞു അത് നമുക്ക് യേശു ആണെന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഈ രീതിയിൽ വിശദീകരിക്കാം. എന്നാൽ നമ്മുടെ കാലുകളിൽ എന്തുണ്ട്? ശരിക്കും ഷൂ ദൈവം നൽകിത്തരും. എന്തിനു വേണ്ടിയാണത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ. ഇനി ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന പരിച. ഇവിടെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിചയമായിട്ട് പറയാം, അതിൽ തെറ്റില്ല. എന്നാൽ വചനത്തിന് ഒരു ഫേസ് മാത്രമല്ല ഉള്ളത്. ശരിക്കും വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിൽ ഇതുപോലൊരു ഷീൽഡ് ഉണ്ടാവും. പിശാച് അമ്പുകളെ തൊടുക്കുമ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ തടുത്ത് നിർത്താനാണ് എന്ത് ചെയ്യുന്നത്? ഈ പരിച ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെയാണ് നമ്മുടെ വിശ്വാസവും. ശത്രു ആക്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പരിച കൊണ്ട് അതിനെ തടയാൻ പറ്റും. വിശ്വാസം സ്ട്രോങ് അല്ലെങ്കിലോ പിശാചിൻ്റെ ആക്രമണം എന്ത് ചെയ്യും? നമ്മളിലേക്ക് വന്ന് വീഴും. ഹല്ലേലൂയ. അത് പലതരത്തിലായിരിക്കും. ഇതിപ്പോൾ ഈ യുദ്ധഭൂമിയിൽ കാണുമ്പോൾ ഇവരാക്രമിച്ചാൽ ശരീരത്തിലായിരിക്കും മുറിവുകൾ വരിക. എന്നാൽ ആത്മമണ്ഡലത്തിൽ ആക്രമണം നടക്കുമ്പോൾ സോളിലായിരിക്കും മുറിവുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആത്മമണ്ഡലത്തിലെ ആക്രമണത്തിൽ ഒരിക്കലും ശരീരത്തിലല്ല മുറിവുണ്ടാകുന്നത്, നമ്മുടെ സോളിലാണ് അത്രയും സ്ട്രഗിളുകൾ ഉണ്ടാകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, എപ്പോഴും പിണക്കമാണെന്ന് വെക്കുക. അവരെപ്പോഴും ജഡത്തിലും രക്തത്തിലുമാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ താഴത്തെ പിക്ചറിൽ നോക്കിയാൽ ജഡത്തിലെ രക്തത്തിലുമാണ് പോരാടുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ കണ്ടോ, ഞാനൊരു ബ്ലാക്ക് ഇമേജ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ആളാരാണ്? പിശാചാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ കറുത്ത രൂപത്തിൽ വന്ന് പിശാച് കല്ലെറിയൊന്നും അങ്ങനെയൊന്നും അല്ലേ. നിങ്ങൾക്കിത് മനസ്സിലാവാനാ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ പ്രേരിപ്പിക്കുന്ന ഫോഴ്സ് ഉണ്ട്. അതെവിടെ നിന്നായിരിക്കും? അന്ധകാര മണ്ഡലം, ആത്മമണ്ഡലത്തിൽ നിന്നായിരിക്കും. അത് നമ്മൾ മനസ്സിലായാൽ നമ്മൾ ജഡത്തിലും രക്തത്തിലും പിന്നെ ഫൈറ്റ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുന്നതാണേ. പിന്നെ എങ്ങനെ ഫൈറ്റ് ചെയ്യും? ആത്മാവിൽ ഫൈറ്റ് ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിചയം എടുത്ത് വചനമാകുന്ന വാളെടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യും. പിന്നെ ഈ ജഡത്തിലുള്ള ഫൈറ്റ് നിൽക്കും. ഇപ്പം എൻ്റെ ജീവിതത്തിലായാൽ, ഞാൻ എൻ്റെ ജീവിതം പിന്നിലോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ജഡത്തിൽ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ജഡത്തിൽ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു സമയം. അന്നൊന്നും ഒരിക്കലും എനിക്ക്
അതിനുള്ള മറുപടികൾ ലഭിച്ചില്ല. എന്തുകൊണ്ട് ഇത്രയും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം എന്തുകൊണ്ട് അത്രയും പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, വരുന്ന പ്രതിസന്ധികളെ മുഴുവനും ഞാൻ ജഡത്തിൽ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എപ്പോഴാണോ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്, അന്ന് മുതൽ ഞാൻ ആത്മാവിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ജഡത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? സോൾവായി. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, വിശ്വാസം എന്ന പരിചയം എടുത്തപ്പോൾ, ദൈവം എന്നെ ആയുധങ്ങളാൽ നിറച്ചപ്പോൾ പിശാചിൻ്റെ തലക്കിട്ട് അടി കിട്ടി. അന്നേരം എന്ത് ചെയ്തു? പിശാച് ഓടി. ആത്മമണ്ഡലത്തിലെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ പിശാചിനോടാണ് ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നത്. ദൈവമക്കളായ നമ്മൾ പിശാചിനോടാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പിശാചിനോട് യുദ്ധം ചെയ്യാനാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വചനധ്യാനത്തിലും നമുക്ക് ദൈവം നൽകിയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴെല്ലാം പിശാചിനെ നമ്മൾ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ പിക്ചർ അങ്ങനെ കാണിച്ചത്. അല്ല, നമ്മുടെ നമുക്ക് നോർമലായിട്ടുള്ള ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് ഒരു വാളും പരിചയം എടുത്തൊന്നും പിശാചിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ തോൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഈ സെൻറ്ററിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ എന്തില്ല? ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗം ഇല്ല. നോർമലായുള്ള രീതിയിൽ പിശാചിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ആത്മമണ്ഡലത്തിൽ കയറാനോ അവനത് ജയിക്കാനോ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാനേ ഒന്ന് നിർത്തിക്കോട്ടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കണ്ടത് അത്രയും മനസ്സിലായോ? അതോ നിങ്ങൾക്കൊരു കഥ കേൾക്കും പോലെ തോന്നിയോ? ഇത് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? അല്ല. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും ആരാണായിരിക്കുന്നത്? ആത്മമണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈവിൾ ഫോഴ്സുകളാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരിക്കലും ജഡത്തിൽ പോരാടിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. ഇതിനകത്ത് എനിക്കറിയാം. കുടുംബത്തിനകത്ത് സ്ട്രഗിളുകൾ നേരിടുന്ന ഒത്തിരി പേരുണ്ട്. ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തു നിന്ന്. കർത്താവ് എന്നോട് ഇത് വ്യക്തമായി പറഞ്ഞിട്ടാണ് ആ എക്സാമ്പിൾ തന്നെ ഞാൻ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് നാൻസി സിസ്റ്റർ പറയുവാണ് സ്ട്രഗിൾ ഉണ്ടെന്ന്. കറക്റ്റാണ്, അത് എനിക്കറിയാം. ശ്രദ്ധിച്ച് കേട്ടോ സഹോദരങ്ങളെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണക്കാരൻ ഭാര്യയോ ഭർത്താവോ മക്കളോ അമ്മായിയമ്മയോ അമ്മായി അപ്പനോ അല്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ കോളിംഗ് എന്താണെന്നും കുടുംബമായിട്ട് നിങ്ങളെ എന്തിനു വിളിച്ചിരിക്കുകയാണെന്നും പിശാചിന് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കോളിങ്ങിൽ നിന്ന് നിങ്ങളെ തള്ളിയിടാൻ അവൻ എങ്ങനെല്ലാം നോക്കാൻ പറ്റുമോ അങ്ങനെല്ലാം നോക്കും. ഹല്ലേലൂയ. അവൻ ഇങ്ങോട്ട് വന്ന് കൊമ്പ് വെച്ച് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും അത് കേൾക്കുമോ? പിശാച് പറയുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അവൻ പിന്നെ അങ്ങനെ വരുമോ? വ്യക്തികൾക്കകത്ത് കയറി പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തികൾക്കകത്തു കയറിയാണ് ഡീമോണിക് സ്പിരിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ പിശാചുക്കളൊക്കെ എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ അലൈൻമെൻറ്റിൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ചങ്ങല പോലെ കണക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ ഒരാൾ ലൂസിഫർ, പിന്നെ കുട്ടി പിശാചുക്കൾ, പിന്നെ അതിൻ്റെ താഴെ കുട്ടി പിശാചുക്കൾ, ഇങ്ങനെ ഒരു ചങ്ങല പോലെ കണക്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മളോ? അതെ. ഹല്ലേലൂയ. നമുക്കൊരു സിസ്റ്റവും ഇല്ല. അപ്പോൾ പിശാചിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ അവൻ വളരെ ഭംഗിയായിട്ട് രാവും പകലും, അവനാണെങ്കിൽ ഉറങ്ങ പോലും വേണ്ട, നമുക്ക് കുറച്ചൊക്കെ ഉറങ്ങണ്ടേ? അവന് ഉറക്കവുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവേ ഇവനൊന്നും ഉറക്കവുമില്ല, ഊണുമില്ലാതെ എഴുന്നേറ്റിരുന്ന് അങ്ങ് ഉപദ്രവിക്കുക. നമുക്ക് ഇച്ചിരി ഉറങ്ങാനെങ്കിലും ഒന്ന് സമയം വേണ്ടേ? ഇവൻ പ്ലാൻ ചെയ്യുന്നത് രാവും പകലും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് കിടക്കണ്ടേ?
എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും എനിക്കറിയാം ഇവൻ എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് വേണ്ടി മരിച്ചതെങ്കിലും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ദൈവം കണ്ടെന്ന് ഇവൻ അറിയാമെങ്കിലും ഇവൻ എന്നു മുതലേ ഉണ്ട്. എല്ലാ സ്ട്രാറ്റജീസും ഇവൻ അറിയില്ലേ? എല്ലാം അറിയാം. നമ്മളെപ്പോഴാണ് ഈ പിശാചിനെയൊക്കെ പറ്റി അറിയാൻ തുടങ്ങിയതല്ലേ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രാവും പകലും ഇരുന്നാൽ പോലും എന്തേലും നമുക്ക് മനസ്സിലായി തീരുമോ? ഇല്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ കൃപകളാലും കൃപാവരങ്ങളാലും നിറയ്ക്കുന്നത്, അവനെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ നൽകുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ കൃപാവരങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അകം ശക്തിപ്പെടും. ആയുധങ്ങളെ ധരിപ്പിച്ച് നമ്മളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. അല്ലാതെ നമുക്ക് ഒന്നിനും കഴിയില്ല. കാരണം നമുക്കൊന്നും അറിയില്ല അവനെ പറ്റി. എന്തേലും അറിയാമോ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, കർത്താവേ, ഈ ഒരു ജീവിതം കൊണ്ട് എല്ലാ കുട്ടി പിശാചിനെയും ഞാൻ പഠിച്ചു തീരുമോയെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രത്തോളം പിശാചുകൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഓരോ സ്ഥലത്ത് പോയി ഡെലിവറി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പേരുകളാണ് ആ പിശാചുകൾ പറയുന്നത്. അയ്യോ, ഞാൻ അന്നേരം ചിന്തിക്കും, ഇങ്ങനെയും പിശാചുണ്ട്. ബൈബിളിലും ഇല്ല, ഒരിടവും കേട്ടിട്ടും ഇല്ലാത്ത പേരുകളിലുള്ള പിശാചുക്കൾ. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കും നമ്മൾ എത്രത്തോളം മുന്നോട്ട് കയറി വരണം. ഹല്ലേലൂയ. നിങ്ങൾ വാർഫെയറിനായിട്ട് തയ്യാറാണോ? ഒരു സ്പിരിച്വൽ വാർഫെയറിന് എങ്കിൽ നിങ്ങൾ ഇന്ന് ആത്മാവിൽ പറയണം, ഹല്ലേലൂയ, ഞാൻ ദൈവം തന്നിരിക്കുന്ന ആ സർവായുധ വർഗത്തെ ധരിച്ചുകൊണ്ട് അങ്ങനെ ആത്മാവിൽ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ജഡത്തിലുള്ള ഫൈറ്റിംഗ് നിർത്തി. ഹല്ലേലൂയ. എൻ്റെ ജീവിത പങ്കാളി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഇതിനകത്ത് പറയാനായിട്ട് ഞാൻ അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ആത്മാവിൽ ജയിച്ചതെന്ന്, അദ്ദേഹത്തെ മാറ്റിയതെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ച് മാറ്റാനായിട്ട് പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്, ഒന്നും മാറിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിശാചിൻ്റെ സാമ്രാജ്യം ഒന്നൊന്നായി തകരാൻ തുടങ്ങി. ഈ കുടുംബത്തെ ചുറ്റി വരിഞ്ഞിരുന്ന സർപ്പശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്നൊന്നായിട്ട് അതിൻ്റെ തല തകരാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ജഡത്തോടും രക്തത്തോടും പോരാടരുത്. ഹല്ലേലൂയ. ഏത് പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിലും ആ പ്രശ്നത്തിന് വേണ്ടി ആത്മാവിൽ പോരാടുക. പോരാടുന്നതിന് മുമ്പ് ഈ സർവായുധ വർഗങ്ങളെ ധരിക്കുക. ഹല്ലേലൂയ. യേശുവിനെ പൂർണ്ണമായി ധരിക്കുക. ഒപ്പം ദൈവം നിങ്ങൾക്ക് സ്പിരിറ്റ് റലത്തിൽ തന്നിട്ടുള്ള നിങ്ങളുടെ ആയുധങ്ങളുണ്ട്. എല്ലാവർക്കും അത് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ റലം തുറന്നു കഴിഞ്ഞാലേ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിലൊന്നും എനിക്കറിയില്ല എന്തൊക്കെ ആയുധങ്ങളാണ് എനിക്കുള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. നമ്മളിങ്ങനെ വളർന്നു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഹല്ലേലൂയ. എന്താ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഡെലിവറൻസ് നടക്കുന്ന സമയത്ത് ഒരു പിശാച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം ഇരിപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആ പിശാചിനെ വിരട്ടുന്ന സമയത്ത് ആ പിശാച് പറഞ്ഞു, ആ വാൾ ഉപയോഗിച്ച് എന്നെ വെട്ടരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുണ്ട്, നമ്മുടെ കയ്യിൽ ദൈവം വാൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കൈ എടുക്കുമ്പോൾ ആക്ഷനിലേക്ക് ഞാൻ ഡെലിവറൻസ് പ്രെയറിലൊക്കെ സംബന്ധിക്കുന്ന സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ ഒരു പക്ഷെ കൈയെടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു വാൾ വെട്ടുന്നത് പോലെ പിശാചിനേക്ക് പോയി കൊള്ളുവാണ്. അന്നേരം നമ്മുടെ ആയുധങ്ങൾ ആക്ടിവേറ്റ് ആവുകയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ. ഹല്ലേലൂയ. വചനം ആ വാളാണോ? അതെ, വചനം വാളാണ്. എങ്കിലും ഞാൻ പറയുന്നത് ആത്മാവിൽ നമുക്കൊരു വാളുണ്ട് ആയുധമായിട്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മളത് തിരിച്ചറിയുക, അതിനെല്ലാം ഉപയോഗിക്കുക, അതിനെല്ലാം ധരിക്കുക. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ആത്മമണ്ഡലത്തിൽ എന്നെ ആയുധങ്ങൾ ധരിച്ചവളായി കാണുന്നു. നിങ്ങൾക്കും അങ്ങനെ കാണാം. ഹല്ലേലൂയ. ഞാൻ ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നു, ശിരസ്ത്രം ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നു, ബ്രസ്റ്റ് പ്ലേറ്റ് ധരിച്ചിട്ടുണ്ട്, പടച്ചട്ട കവചം ഞാൻ ധരിച്ചിട്ടുണ്ട്.
അരയിൽ സത്യത്തിൻ്റെ ബെൽറ്റ് ഉണ്ട്. നിങ്ങളുടെ ഒരു കയ്യിൽ നിങ്ങൾ പരിച കണ്ടോ ഇപ്പോൾ കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് കണ്ടേ. നിങ്ങൾ ഒരു കയ്യിൽ പരിച പിടിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ വാൾ പിടിച്ചിരിക്കുന്നു. യുദ്ധത്തിന് തയ്യാറായോ? കാലിൽ ഷൂസ് കണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടേ, ആത്മാവിൽ കണ്ടേ. എന്നിട്ട് പറഞ്ഞ, കർത്താവേ, ആയുധങ്ങളെ ഞാൻ ധരിക്കുന്നു, ഞാൻ യുദ്ധത്തിനായി തയ്യാറാകുന്നു. എൻ്റെ കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത എല്ലാ പൈശാചിക ശക്തികളെയും ഞാൻ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. ഹല്ലേലൂയ. എത്ര പേർ പറയുന്നു? വേറെ ആരും യുദ്ധം ചെയ്യാൻ വരത്തില്ല, നിങ്ങൾ. ഹല്ലേലൂയ. സപ്പോർട്ട് ചെയ്യാൻ ദൂതന്മാരുണ്ടാവും, പരിശുദ്ധാത്മാവ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആയുധങ്ങൾ ധരിച്ചിറങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, അങ്ങാണോ ഈ പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങയുടെ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത്? അവർ ശരിയാവാൻ വേണ്ടി ആയിരിക്കും അല്ലേ? അങ്ങനെയെല്ലാം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ഇരിക്കണമെന്ന് അപ്പനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവർ കഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറുപടി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ഈ കഷ്ടതയൊക്കെ കൊടുക്കുന്ന എന്തിനാണ്, നമ്മളിന്ന് ശരിയാവാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാൻ എല്ലാവരും സന്തോഷത്തോടാണ് ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരെൻ്റെ വില്ലിലോട്ട്, എൻ്റെ ഹിതത്തിലോട്ട് കയറി വരാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഇന്നും സ്ട്രഗിളുകൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ നല്ല രീതിയിൽ കാണാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ നമ്മുടെ അപ്പൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു യുദ്ധമുണ്ട്. അത് ജഡത്തിലല്ല, ആത്മാവിലാണ്, ആത്മമണ്ഡലത്തിലാണ്. യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിലായിരിക്കണം. പുറത്തോട്ടിറങ്ങുമ്പോൾ ജയം നിങ്ങൾ കാണും. ഹല്ലേലൂയ. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, 5 ദിവസമല്ല. നിങ്ങൾ ജയിക്കുന്നത് വരെയും നിങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. അവരറിയ പോലും അരുത്. ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെന്ന് ഒരുപക്ഷെ അവർ അറിയണമെന്ന് പോലും ഒരു നിർബന്ധവുമില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്നാൽ റിസൾട്ട് കാണുമ്പോൾ പിന്നെ അവർ പറയും, എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ മാറിയതെന്ന് അവർ പറയും. ഹല്ലേലൂയ. എത്രയോ പേരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഒരിക്കലും ഒരു ബ്രദറും സിസ്റ്ററും എന്നെ കാണാൻ വന്നു. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഈ പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എങ്കിലും മുറി അടച്ചിട്ട് ആരുമില്ലാത്ത സമയങ്ങളിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മദ്യപാനത്തിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായി മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് മനസ്സിലാക്കുക. എന്ത് സ്ട്രഗിളായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തുള്ളതാകട്ടെ, തലമുറകളുടെ ജീവിതത്തിനകത്തുള്ളതാകട്ടെ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു അഭിഷേകത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവവുമായിട്ടൊരു ഇൻറ്റിമസിയിലേക്ക് നിങ്ങൾ വരണം. ആ പവർ ബാങ്ക് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് ആ പവർ സ്വീകരിക്കുക, ദൈവത്തിൽ നിന്ന് ആയുധങ്ങളെ സ്വീകരിക്കുക, എന്നിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയേ മതിയാകും. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, യുദ്ധമൊന്നും ഇല്ല, എല്ലാ യുദ്ധവും കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒന്നാമത്തെ ആളാണ് ഞാൻ. പൗലൂസ് പറയുന്ന പോലെ, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുന്ന പോലെ, യുദ്ധമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒന്നാമൻ അമൃതയാകും. ഹല്ലേലൂയ. പിന്നീട് ദൈവം എന്നെ അതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും, ആയുധങ്ങളെ പ്രൊവൈഡ് ചെയ്ത് തരും, പിശാചിനോട് യുദ്ധം ചെയ്യാനും ജയിക്കാനും. പക്ഷേ നമ്മൾ ഉത്സാഹികളായിട്ട് ഈ നാളുകളിൽ ഇരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വാർഫെയറിന് വേണ്ടിയുള്ള ആയുധങ്ങളെ പകർന്നു തരട്ടെ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ ആയുധങ്ങളെ റിസീവ് ചെയ്യാത്തവർ, ആയുധങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, ഒന്നും കാണാനും പറ്റിയിട്ടില്ല, ഒരു വാർഫെയറിലോട്ടൊന്നും കയറി വരാനും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ ശേഷം രോഗങ്ങളായിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വെള്ളം എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. എന്ത് ഭാരം തന്നെയായാലും കർത്താവ് അത് സൗഖ്യമാക്കട്ടെ. നമുക്ക് ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. നാൻസി സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഈ ദേഷ്യ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന്. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുക. ഈ ആർമേഴ്സ് ഓഫ് ഗോഡ് അതിനെ ധരിക്കുക. നമ്മൾ സത്യത്തെ, നീതിയെ, വചനം നമ്മുടെ ആയുധമാക്കി മാറ്റുക. വേറെ ഒന്നും ഒരു രക്ഷയില്ല. നമ്മൾ മരിക്കുകയും യേശു നമ്മളിൽ ജീവിക്കുന്നു, ഞാനല്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാം. ദേഷ്യം വരുമ്പോഴും മിണ്ടാതിരിയുടെ പിശാചെ, യേശു എന്നിലൂടെ ജീവിക്കുന്ന ഞാനല്ല. നിങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് പിശാച് പലതും ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, രക്ഷകർത്താക്കൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും പിള്ളേരങ്ങ് ബഹളം ഉണ്ടാക്കി എന്തേലും വിഷയങ്ങൾ ഉണ്ടാക്കും അതിനകത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എന്തെങ്കിലും വന്നിട്ട് പ്രാർത്ഥന മുടങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഒത്തിരി കുടുംബങ്ങളിൽ ഞാൻ കാണുന്നതാണ്. അവരെന്നോട് പറയും, സിസ്റ്ററെ, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എന്നും വീട്ടിൽ അടിയാവും. ഒന്നേര് പിള്ളേരടിയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു വഴിക്ക് പോകും, അല്ലെങ്കിൽ ഭാര്യ മറ്റൊരു വഴിക്ക് പോകും. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രമാണ് കേട്ടോ. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രം. അന്നേരമാണ് നിങ്ങൾ സൈലൻ്റ് ആവേണ്ടത്, ആത്മാവിൽ കയറി പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വയലൻ്റ് ആയിട്ട് കാര്യമില്ല, സൈലൻ്റ് ആവുക. പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ കാര്യങ്ങളെ നേരിടുക. ഇപ്പോൾ ഒരു ദിവസം ഇരുന്നിട്ട് ഒന്നും കണ്ടില്ല സിസ്റ്ററെ എന്ന് പറയല്ലേ. നിശ്ചയമായും ദൈവം ഇന്നും ജീവിക്കുന്നു, നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നാൻസി സിസ്റ്റർ പറയുന്ന, റിപ്പീറ്റിംഗ് ദ വേർഡ് ഈസ് എനഫ്. റിപ്പീറ്റിംഗ് ദ വേർഡ് ഈസ് എനഫ്. ഒരു വചനം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അത് നമ്മൾ ചിന്തിക്കുക. ഞാൻ ആരാണ്? ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലിട്ട് ചിന്തിക്കാനായി കഴിയുമല്ലോ. നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് അതിനെ ഇമേജുകളായിട്ട് കാണാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചറൈസ് ചെയ്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് പ്രശ്നം വന്നാലും ഞാൻ ദൈവത്തിൻ്റെ ഒരു വാരിയറാണ്. ആ ഒരു രീതിക്ക് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ ഒരു വാരിയറാണ്. എന്നെ ഒരു പിശാചിനും ഒരു പ്രതിസന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ വചനം പറഞ്ഞും നേരിട്ടും അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇതിന് നമുക്കൊരു ശക്തിപ്പെടൽ ആവശ്യമാണ്. അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എന്താണോ നമ്മുടെ ആ കുടുംബ ജീവിതത്തിനകത്തുള്ള ആ ഒരു വിഷയം, ജീവിത പങ്കാളിയിലാണോ മക്കളിലാണോ വിഷയങ്ങൾ കാണുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പനോട് പറയാമോ, കർത്താവേ, യുദ്ധത്തിനായി ആയുധങ്ങളെ എന്നെ ധരിപ്പിക്കണം. ജഡത്തിൽ പോരാടുന്നത് ഞാൻ നിർത്തി. ഇത്രയും നാൾ ഞാൻ ജഡത്തിൽ പോരാടി, അതിനൊന്നും ഒരവസരവും ഉണ്ടായില്ല. കർത്താവേ, ആത്മാവിൽ പോരാടണം. വിശ്വാസമെന്ന പരിചയം എടുക്കണം. ഹല്ലേലൂയ. എന്തു വന്നാലും യേശുവാണ് എന്നിലൂടെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായി സഹായിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവേ, ഇപ്പോൾ പ്രിയ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത്. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു തലമുറയായി അവരും എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇതിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. ആത്മാവിൻ്റെ ആയുധങ്ങൾ അവർ ധരിക്കട്ടെ. യുദ്ധത്തിനായി അവർ സജ്ജരാകട്ടെ. കർത്താവേ, എന്ത് പ്രശ്നം വന്നാലും ജഡത്തിലും രക്തത്തിലും നേരിടുന്നവരല്ല, ആത്മാവിൽ നേരിടുന്നവരാക്കി ദൈവം അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോ ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്ത വ്യക്തികൾ, അവരുടെ കുടുംബം പല സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ അവർ ഒരുപക്ഷെ മക്കൾ കൂടെ ഉണ്ടാകില്ല. എങ്കിലും എൻ്റെ കർത്താവെ, പേരായി അവരെ ഇപ്പോൾ ഏൽപ്പിച്ചു തരികയാണ്. ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ കുടുംബം ഒന്നിച്ച് ആത്മാവിൽ വളരുവാൻ പ്രിയമക്കളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ സർവായുധ വർഗം ധരിച്ച ഒരു തലമുറ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ നാളുകളിൽ ചില ടങ്സിൻ്റെ ലെവലിൽ മാറ്റങ്ങൾ വരുത്തും. വാർഫെയർ ടങ്സുകൾ ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു. അവരെല്ലാം അവരുടെ ദേശത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ രോഗങ്ങളുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാണ്. എന്തെല്ലാം രോഗത്താലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
കഴിഞ്ഞ നാളുകളിലെ സാക്ഷ്യം ഒന്നും ചോദിക്കാനായിട്ട് സമയം കിട്ടിയില്ല, അടുത്ത ആഴ്ചയാവട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വെള്ളമുള്ളവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ വെള്ളം കൂടി എടുത്തു വയ്ക്കുക, പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇതിലായിരിക്കുന്ന എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന മക്കളെ ഏൽപ്പിക്കുക. ആരെങ്കിലും കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അവരെ ഇപ്പോൾ തൊടുവാനായി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഷുഗർ ലെവലുകൾ ഒത്തിരി ഹൈയിൽ നിൽക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുക. ഹല്ലേലൂയ. കർത്താവെ, ദൈവം അവരെ തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഉദരത്തിൻ്റെ ഒരു സൈഡിൽ വേദന അനുഭവിക്കുന്നവരെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങനെയുള്ള മക്കൾ ആരെല്ലാം ഇതിലായിരിക്കുന്നോ അവർ സൗഖ്യമാകട്ടെ, അവർ സൗഖ്യമാകട്ടെ. കൈകാലുകളിൽ വല്ലാതെ തരിപ്പിൻ്റെ അവസ്ഥ കർത്താവ് സൗഖ്യമാക്കുന്നു. മോണയുടെ വേദന കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പറയപ്പെട്ട എല്ലാ രോഗങ്ങളോടുകൂടെ ആരെല്ലാമാണോ ഇതിനുള്ളിൽ ഭാരപ്പെടുന്നത് അവർ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, ആ കരങ്ങളിൽ എടുത്തൊഴിക്കുന്ന ആ വെള്ളത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമാണോ അവരെ ഭാരപ്പെടുത്തുന്നത് ആ വെള്ളം കുടിക്കുമ്പോൾ അവർ സൗഖ്യമാവണം. കർത്താവ്, ദേഹം, ദേഹി, ആത്മമണ്ഡലങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശക്തി ഇപ്പോൾ തൊട്ടതിനായി സ്തോത്രം. ഏത് അവയവത്തിൻ്റെ മേലാണോ രോഗബന്ധനം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് അഴിഞ്ഞു മാറുവാനായി ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ ഓരോ ശരീരങ്ങളിൽ നിന്നും ആ രോഗശക്തികൾ ഇപ്പോൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തികൾക്ക് പുറത്തു വരാം. രോഗത്തിൻ്റെ ആത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് വാ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഹീലിംഗ് പവർ ഓരോ ഡിവൈസിലായിരിക്കുന്ന വ്യക്തികളുടെ മേലും ഇറങ്ങിച്ചൊല്ലട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തൊടണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശരീരങ്ങളിലും രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ഇടുന്ന ദുരാത്മശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുവാൻ കൽപ്പിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവ്, അസ്ഥികളിലെ വേദന, ജോയിന്റ് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലിവറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജി. ശരീരത്തിലെ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ ഇപ്പോൾ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. ലിവറുമായി ബന്ധപ്പെട്ട സൗമ്യ സിസ്റ്റർ കമൻ്റ് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, സൗമ്യ സിസ്റ്ററിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ലിവറുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കരം തൊടുന്നതിനായി നന്ദി. കർത്താവെ, അത്ഭുത സൗഖ്യത്തെയും വിടുതലിനെയും ദൈവം അയക്കുന്നതിനായി സ്തോത്രം. ഏതെല്ലാം ശരീരഭാഗങ്ങളിലാണോ പ്രിയമക്കൾ ഇപ്പോൾ കരം വെച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ബോൺസിൽ അനുഭവപ്പെടുന്ന വേദനകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അസ്ഥികളിൽ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ ഇപ്പോൾ ചലിക്കുന്നതിനായി നന്ദി പറയും. ഓരോ ശരീരങ്ങളും സൗഖ്യമാകട്ടെ. കർത്താവേ, ഓരോ ശരീരങ്ങളും സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ വാൽവുമായി ബന്ധപ്പെട്ട് സൗഖ്യങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവേ, അത്ഭുത സൗഖ്യവും വിടുതലും എൻ്റെ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവയവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി വരട്ടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ആ വെള്ളം കുടിക്കുമ്പോൾ അവർ പൂർണ്ണ സൗഖ്യം ഉണ്ടാവണം. അടുത്ത ദിവസം ഇതിനകത്ത് സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. അപ്പാ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ മഹത്വം കാണും. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച സൗഖ്യമായവർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട്. തീർച്ചയായും ദൈവം ആരെയൊക്കെ തൊടുന്നുണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒത്തിരി രോഗങ്ങളുടെ പേരുകൾ കർത്താവ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ രോഗങ്ങളാൽ, പെയിനുകളാലൊക്കെ, ജോയിൻറ്റ് പെയിനുകളുള്ള 1-2 വ്യക്തികളെ കർത്താവ് എന്നെ കാണിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സൗഖ്യം തരുവാണ്. മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ, അതുപോലെ വേദന അനുഭവിക്കുന്നവരുണ്ട്.
കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ നിങ്ങളെ തൊടട്ടെ, സൗഖ്യമാക്കട്ടെ. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണുന്നവരേക്കും കർത്താവിൻ്റെ കൃപയും കാവലും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.